ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. ഫ്രണ്ട്സ്, നമുക്ക് ദുബായ് വിസയുടെ കാര്യങ്ങളും കൂടി അറിയണ്ടേ? പലരും നമ്മൾ ദുബായിയെ കുറിച്ച് പറയും, പക്ഷെ വിസ അല്ലെങ്കിൽ ടിക്കറ്റ് എന്നൊരു കാര്യത്തെക്കുറിച്ച് ആരും അധികം സംസാരിക്കാറില്ല. ഒരു മിഥ്യായ വിചാരമുണ്ട്, അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ദുബായിക്ക് വിസ വേണ്ട എന്ന്. അങ്ങനെയല്ല. ദുബായ് വിസ ഓൺ അറൈവൽ നമുക്ക് കിട്ടും ഇഫ് ദർ ഇസ് എൻ അമേരിക്കൻ വിസ വി ഹാവ്. ബട്ട് എപ്പോഴാണ് ഈ സ്ഥിതിഗതി വഷളാകുന്നത് അല്ലെങ്കിൽ മാറുന്നത് നമുക്കറിയില്ല. ബിക്കോസ് സംബഡി ഷുഡ് ഫോർകാസ്റ്റ് അബൌട്ട് ട്രംപ്, അതർവൈസ് വി വുഡന്റ് നോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എങ്ങനെയാണ് നിലവിൽ അത് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കണം. സോ ദുബായ് വിസ ഇറ്റ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് സ്റ്റഫ് ടു ഗെറ്റ്. അതിന് കുറേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണം. പക്ഷേ ഒരു പ്രത്യേക കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടതും അറിയേണ്ടതും നമ്മുടെ ഫോട്ടോഗ്രാഫ് ഫോർ ദ വിസ, ദാറ്റ് ഈസ് ദ ഫോട്ടോഗ്രാഫ്സ് വിച്ച് വി എക്സ്പ്ലെയിൻ യു, ദാറ്റ് ഹാസ് ടു ബി സ്ട്രേറ്റ് ഫേസ്ഡ്. ഇതേപോലെ തന്നെ ചെവി ശരിക്കും കാണുന്നത്, ഇതുപോലെ തല മറക്കാത്ത, ഗ്ലാസ് ഇടങ്ങിടാം, ഇടങ്ങിൻ്റെ ഇടണ്ടല്ല, പക്ഷെ അതൊന്നും ഇല്ലാത്തായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ക്ലിയർ ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. ചിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി സ്ട്രേറ്റ് ഫേസ്, ദാറ്റ് ഷുഡ് ബി റിയലി വെൽ ക്ലാരിഫൈഡ് ഫേസ്. അതുകൂടാതെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട്, അതായത് നമ്മൾ എന്നാണോ ടൂർ വന്നത്, നമ്മളിപ്പോൾ ഇത് ഒക്ടോബർ മാസമാണ്, നമ്മളിപ്പോൾ ഇത് ജാനുവരി 24 പോകണമെങ്കിൽ തിരിച്ച് ജാനുവരി 28 or 30 ആണ് തിരിച്ചു വരുന്നത്. 2 ദിവസം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കുകയോ റിലേറ്റീവ്സിൻ്റെ കൂടെ താമസിക്കുകയോ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 30-ാം തീയതി വരെ പിടിച്ച്, ഒരാഴ്ച പിടിച്ച് 30-ാം തീയതിക്ക് ശേഷം 6 മാസത്തെ വാലിഡിറ്റി നിങ്ങളുടെ പാസ്പോർട്ടിന് വേണം. അതാണ് ആദ്യത്തെ ആവശ്യം. അതുകൂടാതെ കണ്ട് നമുക്ക് മിനിമം 2 ക്ലിയർ ഫുൾ പേജ് ആവശ്യമാണ് ഫോർ ദ ഇമിഗ്രേഷൻ അതോറിറ്റീസ് ടു പുട്ട് ദ സ്റ്റാമ്പ് ഓഫ് ദി അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ. ദാറ്റ്സ് അനദർ തിങ് ഇമ്പോർട്ടൻറ്റ് വി നീഡ്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് വി നീഡ് ടു ഹാവ് ദ ടിക്കറ്റ്. And we need the hotel confirmation and the land confirmation, because those who are going over there, the immigration authorities need to know for what purpose are you going. Are you going over there for some religious work? Are you going over there for some other agricultural work or some cultural work, or to mungify നമ്മൾ പറയാറില്ലേ, ജോലിക്ക് വേണ്ടിയിട്ടാണോ, അതുപോലെ ബിസിനസ്സിനാണോ? അപ്പോൾ അതൊക്കെ അവർക്ക് അറിയേണ്ടതുണ്ട്. സോ അത് കാരണം നമ്മുടെ പേർപ്പസ് എന്താണോ അതിൻ്റെ പ്രൂഫ് കൊടുക്കണം. അതാണ് നമ്മുടെ ഹോട്ടൽ കൺഫർമേഷനും പ്ലാന്റ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കൺഫർമേഷൻ. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മൾ ദുബായിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോൺ റിഫണ്ടബിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ അക്കോമഡേഷൻ കാര്യങ്ങളും ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരു പീക്ക് സീസണാണ്. എല്ലാ വർഷവും ഇതുണ്ട്. വെൽ അറേഞ്ച്ഡാണ്, വെൽ എക്സിബിറ്റഡ് ആണ്, വെൽ എക്സ്പ്ലെയിനും വെൽ പബ്ലിസൈസ്ഡുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ നാനാവിധ ആൾക്കാരും വരുന്നതുകൊണ്ടും ഇന്ത്യ മൊത്തം അങ്ങോട്ട് പോകുന്നതുകൊണ്ട് 140 crores നമ്മളെ തന്നെ ആയല്ലോ, അതിൽ തന്നെ ഒരു ഭാഗം പോകുന്നുണ്ടല്ലോ. പിന്നെ കേരളൈറ്റ്സ് എന്തായാലും പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഹോട്ടൽ അക്കോമഡേഷൻ കോസ്റ്റ്ലി ആയിരിക്കും. സാധനങ്ങളൊക്കെ പൊതുവെ ബൈ ആൻഡ് ലാർജ് ചീപ്പറായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഭാഗ്യവാന്മാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നഗരമാണ് ദുബായ്. സോ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നത് മാത്രമല്ല, എയർ ടിക്കറ്റും എക്സ്പെൻസീവ് ആയിരിക്കും, ഹോട്ടലും എക്സ്പെൻസീവ് ആയിരിക്കും. ബട്ട് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരു നല്ല പ്രൈസിൽ കിട്ടാൻ പറ്റും. സോ വാട്ട് വി നീഡ് ടു ഹാവ് ഈസ് വി ഹാവ് ടു confirm and pay for the hotel. We have to confirm and pay for the air ticket. So these things once we do, whether you get the visa or don't get the visa, it doesn't matter. The payment is non-refundable. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കാലത്തെ ഇതെടുക്കുകയാണെങ്കിൽ നേരത്തെ കാലത്ത് നമുക്ക് വിസ എടുത്ത് നമുക്ക് സമയം ഉണ്ടാവും. ചിലപ്പോൾ അത് ക്യാൻസലേഷൻ ടൈം ഉണ്ടാകും, പ്രത്യേകിച്ച് ഹോട്ടൽസിന്. അതെങ്കിൽ നമുക്ക് സാധിക്കാൻ പറ്റും. ഇറ്റ് ഡസൻറ്റ് മീൻ നിങ്ങളുടെ വിസ ക്യാൻസൽ ആവുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പ്രിക്കോഷണറി മാറ്റേഴ്സ് എപ്പോഴും നല്ലതാണ്. അതനുസരിച്ച് വേണം നമ്മൾ അടുത്ത എല്ലാ ടൂർ പ്രോഗ്രാമും അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മിക്കണം. നേരത്തെ ബുക്ക് ചെയ്യുക. ആൻഡ് ദർ ഇസ് നോ പോയിന്റ് ഇൻ ഫൈറ്റിംഗ് വിത്ത് ദ ഏജൻറ്റ് ഓർ ഏജൻറ്റിനോടോ മറ്റുള്ളവരോടോ പഴിചാരിട്ട് കാര്യമില്ല. ബിക്കോസ് നമ്മളെന്ന് പറയുന്നത് ടൂർ ഓപ്പറേറ്റേഴ്സാണ്. നമ്മുടെ സ്വന്തം ഹോട്ടലല്ല, നമ്മുടെ സ്വന്തം ക്രൂസ് ഇല്ല, നമ്മുടെ സ്വന്തം റിസർച്ച് സഫാരി, നമ്മുടെ സ്വന്തം യൂണിവേഴ്സ് ഇല്ല, അങ്ങനെ പലതുമില്ല. ഇതൊക്കെ നമ്മൾ മറ്റ് ഉള്ള പ്രോപ്പർട്ടീസ് വാങ്ങിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ വിസ നമ്മൾ ഡെഫിനറ്റ് കിട്ടിയിരിക്കണം. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, പലപ്പോഴും നമ്മൾ ദുബായിക്ക് പോകുമ്പോൾ നമ്മൾ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ വിസ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഓവർ സ്റ്റേ ചെയ്യുകയോ ഓർ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുകയോ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഏതെങ്കിലും വാണിജ്യപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അത് ക്രെഡിറ്റ് കാർഡിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ വരുത്തുകയാണെങ്കിലൊക്കെ അതൊരു ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോകുന്നത്.
അങ്ങനെ വരുമ്പോൾ നമുക്ക് വിസ കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് വാങ്ങിക്കുന്നില്ല. സോ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ കോപ്പി നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ പാസ്പോർട്ടിൻ്റെ പേജസ്, അത് ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും മറ്റ് പേജസ് ആവശ്യപ്പെടുന്നത് ഒരു ട്രാവൽ ഏജൻറ്റ് അതിൻ്റെ നല്ല സ്കാൻഡ് കോപ്പി ആയിരിക്കണം കൊടുക്കുന്നത്. നിവർത്തി വെച്ച് നന്നായി സ്കാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒടിവും ചുളിവൊന്നും പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിസ കിട്ടില്ല, റിജക്റ്റ് ആവും. ഈ കാശൊക്കെ പോകും നമ്മുടെ. ആൻഡ് ദർസ് എ ബിഗ് വിസ ഫീസ് ഓൾസോ, സംതിങ് അബൌട്ട് 7,000 to 8,000 rupees വിസ ഫീസ് ഓൾറെഡി there, which is definitely non refundable. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ചിന്തിക്കണം, അതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം. പിന്നെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റേറ്റ് ആവില്ല നാളേക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ആ റേറ്റിൻ്റെ കംപ്ലീറ്റ് സുരക്ഷിതത്വം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക, പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക. ആൻഡ് ദുബായ് ഒന്നുകൂടി നന്നായി എൻജോയ് ചെയ്യുക. താങ്ക് യു.